ദേവസ്വം മന്ത്രി എന്ന് പറയുന്നത് ആരും അറിഞ്ഞിരുന്ന ഒരു കേസായിരുന്നില്ല നമ്മുടെ കേരളത്തിൽ. ദേവസ്വം മന്ത്രിമാരാരും തന്നെ എവിടെയും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഭാഗ്യത്തിനോ ദൗർഭാഗ്യത്തിനോ 2016-21 ദേവസ്വം മന്ത്രിയായിരുന്നു കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ ദേവസ്വം വകുപ്പായിരുന്നു കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വൻ ചർച്ച. അന്നാണ് അക്കാലത്താണ് യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ വിധി വരുന്നത്. സുപ്രീം കോടതിയുടെ വിധിയെ അംഗീകരിച്ച് നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വമുള്ള സംസ്ഥാന ഗവൺമെൻറ് എന്നുള്ള നിലയിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അതിന് അനുരോധമായിട്ട് ചില കാര്യങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ ചില തീരുമാനങ്ങളിലേക്ക് എന്ന് വെച്ചാൽ അങ്ങനെ ആരെങ്കിലും വരുമെന്നൊന്നും ഗവൺമെൻറ് കരുതിയില്ല. വന്നാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമല്ലോ എന്നൊക്കെ വിചാരിച്ച്. പക്ഷേ അതിനെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് ഈ വർഗീയത ഇളക്കിവിടാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് മനസ്സിലായി. ഈ യുവതീ പ്രവേശത്തിന് വേണ്ടി വാദിച്ച ആളുകൾ, യുവതീ പ്രവേശം അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ച ആളുകൾ, യുവതീ പ്രവേശം അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്ത ആളുകൾ, ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി സുപ്രീം കോടതിയുടെ വിധി എന്തോ നമ്മുടെ ഒരു കുറ്റം കൊണ്ട് വന്നതാണെന്നുള്ള മട്ടിൽ അതിനെ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി വിനിയോഗിക്കാൻ നടത്തിയ പരിശ്രമമാണ് യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അരങ്ങേറിയത്. ആ സന്ദർഭത്തിൽ വളരെ ഫലപ്രദമായിട്ട് ഇടപെടാൻ എനിക്ക് സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. അന്ന് വളരെ വൈകാരികമായി നമ്മുടെ സമൂഹത്തിലൊരു വിഭാഗം ആളുകൾ എടുത്ത പ്രശ്നത്തെ വളരെ ശ്രദ്ധയോടുകൂടി അത് മനസ്സിലാക്കി പരിശോധിച്ച് ഭക്തരുടെ വികാരം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ യഥാർത്ഥ ഭക്തരുടെ വികാരം എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള നിലപാടുകൾ സ്വീകരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ അവരാഗ്രഹിച്ചതുപോലെ കലാപകലുഷിതമായിട്ടുള്ളൊരു അന്തരീക്ഷത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് 2 ആക്ടിവിസ്റ്റുകൾ അവർ ഹൈക്കോടതിയുടെ വിധിയും വാങ്ങി, പ്രൊട്ടക്ഷൻ വാങ്ങി, അവർ പോലീസിനെ സമീപിച്ച് പോലീസിൻ്റെ സംരക്ഷണത്തോടുകൂടി ഈ ആക്ടിവിസ്റ്റുകൾ മല കയറുന്നതായിട്ടുള്ളൊരവസ്ഥ. അതായിരുന്നു ഈ യുവതീ പ്രവേശനത്തിലെ ഒരു സുപ്രധാനമായിട്ട് സംഭവം എന്ന് പറയുന്നത്. ആ ആക്ടിവിസ്റ്റുകൾ അവർ ഹൈക്കോടതിയിൽ പോയി സുപ്രീം കോടതിയിൽ വിധി നടപ്പിലാക്കുന്നതിന് പിണറായി വിജയൻ തയ്യാറാവുന്നില്ല, ഈ ഗവൺമെൻറ് തയ്യാറാവുന്നില്ല, ഞങ്ങളെ കയറ്റിവിടുന്നില്ല, ഞങ്ങൾക്ക് തടസ്സം ഉണ്ടാകുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണം, അത് ചെറിയ പ്രൊട്ടക്ഷൻ ഒന്നും പോരാ, വലിയ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളെ കയറ്റിവിടുള്ളൂ, അവിടെ ഒരു അക്രമികളെല്ലാം തമ്പടിച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഹൈക്കോടതിയിൽ നിന്ന് ഈ വിധി സമ്പാദിക്കുന്നത്, പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടുള്ള വിധി. സ്വാഭാവികമായിട്ടും അന്ന് പിണറായി വിജയൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇവിടെ ഇല്ല, താനും ഈ നാട്ടിലില്ല. ആ വിധി നടപ്പിലാക്കാനായിട്ട് പോലീസ് നിർബന്ധിതരായി. പോലീസിന് ഹൈക്കോടതിയിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് പറഞ്ഞ് 2 പേര് പിന്നെ വിധിയുമായിട്ട് വന്നാൽ പോലീസിന് പ്രൊട്ടക്ഷൻ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അവർ പ്രൊട്ടക്ഷൻ കൊടുത്തു, ഇവരെ കയറി പോകുന്നതിന് സഹായിച്ചു. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാട്ടിലാകെ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമം നടന്നു. പക്ഷേ വളരെ ശക്തമായിട്ട് തന്നെ ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ ഇടപെട്ട് അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ഏത് നിയമപരമായിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഏത് ഭരണപരമായിട്ടുള്ള നടപടിയും അത് എൻ്റെ മാത്രം ഉത്തരവാദിത്വമായിരിക്കുമെന്ന് അന്ന് ഈ വിധി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഈ 2 ആക്ടിവിസ്റ്റുകളെയും കൊണ്ട് മുന്നോട്ട് നീങ്ങിയ IPSകാരനായിട്ടുള്ള ശ്രീജിത്തിന് വാക്കാൽ ഉത്തരവ് കൊടുത്താണ് അവരെല്ലാവരും തിരിച്ചിറക്കിയത്. ഇവർ വിചാരിച്ചത്, ഇവിടെ ഈ പുറത്ത് ഈ കലാപത്തിന് വേണ്ടി കോപ്പ് കൂട്ടിയ ആളുകൾ വിചാരിച്ചത്, RSSകാർ വിചാരിച്ചത്, അല്ലെങ്കിൽ വർഗീയ ഭ്രാന്തന്മാർ വിചാരിച്ചത് ഇതിൻ്റെ മറവിൽ കാര്യങ്ങളൊക്കെ ഒപ്പിച്ചെടുക്കാമെന്ന്. പക്ഷെ അതിന് അനുവദിച്ചില്ല. അതോടുകൂടി അത് കെട്ടടങ്ങുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അവിടെ അന്ന് അവർ വന്ന സമയത്ത്, വിധിയുമായിട്ട് വന്ന സമയത്ത് നിങ്ങളവരെ ഒബ്ജക്റ്റ് ചെയ്തിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അതായത് ഇല്ല, നമുക്ക് അനുവദിക്കാൻ പറ്റില്ല, സർക്കാരിന് ജനങ്ങളുടെ അല്ലെങ്കിൽ വിശ്വാസികളുടെ വിശ്വാസത്തെ ഹനിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് നിങ്ങളെ അനുവദിക്കാൻ പറ്റില്ല എന്നൊരു വാക്ക് അവിടെ പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരിക്കും അവിടെ? നമ്മുടെ മുന്നിൽ വന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഒരുപക്ഷെ അതിനെക്കുറിച്ച് ആലോചിക്കാൻ സാധിക്കുക. നമ്മുടെ മുന്നിൽ വരുന്നില്ല. അവർ നേരെ പോലീസിൻ്റെ അടുത്താണ് പോകുന്നത്. അവർക്ക് പോലീസിൻ്റെ അടുത്ത് മാത്രമേ പോകേണ്ട കാര്യമുള്ളൂ. അവർ നമ്മുടെ അനുവാദമൊന്നും വേണം. നമ്മൾ അനുവദിക്കില്ല എന്ന് അവർക്ക് നന്നായിട്ടറിയാം. നമ്മൾ അനുവദിക്കാൻ വേണ്ടി പോകുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ആക്ടിവിസ്റ്റുകൾക്ക് ഞാൻ ഈ പ്രയോഗമാണ് നടത്തിയത്. ഞാൻ ചാനലുകളിൽ പറഞ്ഞു, ആക്ടിവിസ്റ്റുകൾക്ക് കയറി നിരങ്ങാനുള്ള ഇടമല്ല ശബരിമല. ഇതായിരുന്നു എൻ്റെ അന്നത്തെ ഒരു പ്രയോഗം എന്ന് പറയുന്നത്. ഈ സ്ത്രീകളെ കൊണ്ടുപോയ ആ നടപടി പിൻവലിച്ചതിനെ സാധൂകരിച്ചുകൊണ്ട് അന്ന് കുറേ വിമർശനങ്ങൾ വന്നു.
എനിക്കെതിരായിട്ട് കുറേ വിമർശനങ്ങൾ വന്നു. എന്തുകൊണ്ട് അവരിറങ്ങാൻ പറഞ്ഞു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചില ആക്ടിവിസ്റ്റുകളും മറ്റു ആളുകളൊക്കെ രംഗത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ആക്ടിവിസ്റ്റുകൾക്ക് നിരങ്ങാനുള്ള ഇടമല്ല ശബരിമല, അത് ഭക്തർക്ക് പോകാനുള്ള ഇടമാണ്. അപ്പോൾ ആ നിലയിലുള്ള സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റാൻഡ് ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ സ്വീകരിച്ച് ഇവിടെ കലാപകലുഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തെ ശാന്തതയിലേക്ക് കൊണ്ടുവരാനും ക്രമേണ ഇന്നിപ്പോൾ അതൊന്നും പറഞ്ഞാൽ എവിടെയും ചിലവാവില്ല. സുപ്രീം കോടതിയിൽ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് അഫിഡവിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വിശ്വാസി സമൂഹത്തിൻ്റെ വിശ്വാസത്തിന് പോറലേൽപ്പിക്കുന്നതായിട്ടുള്ള ഒരു കാര്യവും ചെയ്യാൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ചില ആൾക്ക് ഇപ്പോൾ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളങ്ങനെ അതെ നമ്മളൊരു വിശ്വാസി സമൂഹത്തിൻ്റെ വിശ്വാസത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ നിൽക്കുന്നത്. നമുക്കെന്താ, ശരിക്കും ഒരു ഹിന്ദു വിശ്വാസിയായ എനിക്ക് ആ സമയത്തെ പ്രശ്നങ്ങൾ എനിക്കും ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ഇതെന്താ സംഭവിക്കുന്നത്, ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലല്ലോ എന്നുള്ള വിഷമമൊക്കെ ഉണ്ടായിരുന്നു. മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരുടെ വിശ്വാസം അത് സംരക്ഷിക്കാൻ ബാധ്യത ഗവൺമെൻറ്റില്ലേ. എല്ലാവരുടെ വിശ്വാസം സംരക്ഷിക്കാനുള്ള ബാധ്യത ഗവൺമെൻറ്റുണ്ട്. ആരുടെ വിശ്വാസത്തിന് പോറലേൽക്കരുത്. അത് ഹിന്ദുക്കളുടെ മാത്രമല്ല, ക്രിസ്ത്യാനിയും മുസൽമാനും ആരായിരുന്നാലും അവരുടെ വിശ്വാസത്തിനും അവരുടെ രീതിക്കും അനുസരിച്ച് ജീവിക്കാനും പ്രവർത്തിക്കാനും സാധിക്കണം. അത് ഹിന്ദുക്കൾക്ക് സാധിക്കണം, ക്രിസ്ത്യാനിക്കും സാധിക്കണം, മുസൽമാനും സാധിക്കണം, പാഴ്സിക്കും എല്ലാവർക്കും സാധിക്കണം. ഇവിടെ ഹിന്ദു സമൂഹത്തിൽ വലിയൊരു വിഭാഗം ആളുകൾക്ക് ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കുന്ന എതിർപ്പുണ്ട്. ആ എതിർപ്പ് വിശ്വാസി സമൂഹത്തിൻ്റെ എതിർപ്പാണ്. ആ എതിർപ്പിനോടൊപ്പമാണ് ഞങ്ങളുടെ പാർട്ടി, ഗവൺമെൻറ്.